ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അസ്ത്രം വെറും 10 മിനിറ്റിൽ കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. അസ്ത്രത്തിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ 5 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വൻപയർ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. 1/2 കപ്പ് കടല തലേന്നേ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ആവശ്യമായ പച്ചക്കറികൾ നോക്കാം. വെള്ളരിക്ക, ചേമ്പ്, ചേന, പടവലങ്ങ, ഏത്തയ്ക്ക, മത്തങ്ങ, തടിയങ്ക എല്ലാം ഒരു കപ്പളവിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അരപ്പിനായി 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 പച്ചമുളക്, 2 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, സാദാ ജീരകമാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും കൂടി ഒരു മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവമായിരിക്കണം. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ആദ്യം പയറും കടലയും പച്ചക്കറികളും എല്ലാം ചേർത്ത് കൊടുക്കാം. കൂടെ 1 പിടി കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ്, അരച്ച തേങ്ങയുടെ അരപ്പും. ഇനി പച്ചക്കറി വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറികൾ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാകും. കൂടിപ്പോയാൽ കറി നന്നായി വെള്ളമാവും. ഇനി ഇത് അടച്ചു വെച്ച് 1 വിസിൽ കേൾക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് ആവി മാറി വരുമ്പോൾ തുറന്നു നോക്കാം. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. വെള്ളം കൂടുതലാണെങ്കിൽ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. ഇവിടെ വെള്ളമെല്ലാം പാകത്തിനായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് താളിപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുകും 2 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയം 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയായാൽ നമ്മുടെ ടേസ്റ്റിയായ അസ്ത്രം തയ്യാറായി കഴിഞ്ഞു. ഇത് കഞ്ഞിക്കൊപ്പമോ ചുമ്മാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. കുക്കറിൽ വെച്ചതുകൊണ്ട് രുചിയുടെ കാര്യത്തിൽ ഒരു കുറവും വരികയില്ല. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായം കമൻസിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.